വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ല ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അത് ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ മാത്രമാണ് ആദ്യം വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 2 ചെറിയ തക്കാളി ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. അരച്ചെടുത്തിരിക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വെറുതെ അരച്ചെടുത്തിരിക്കുന്നതാണ് പച്ചയായിട്ടുള്ള തക്കാളി, അല്ലാണ്ട് തക്കാളി വേവിച്ചൊന്നും എടുത്തിട്ടില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് സോട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഉപയോഗിച്ചാലും മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മസാലയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതാ ഒരു പാനിലേക്ക് തന്നെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള രീതിക്ക് ഒന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. 3 മുട്ടയ്ക്ക് പാകമായിട്ടാണ് ഞാനിവിടെ 2 സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ അളവും കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഇവിടെ മുട്ട മുഴുവനായിട്ടും തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിച്ചൊന്നും കൊടുക്കണ്ട, ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു മുട്ടയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും ഇതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവ് പറയാനില്ല. ഞാനിങ്ങനെ കയ്യിനെ കൊണ്ട് ഓരോ നുള്ളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചാട്ട് മസാല കൂടെ വരുമ്പോൾ ഒരു ചെറിയ പുളിപ്പൊക്കെ വരും. ഈ ഒരു മസാലകൾ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെറുതെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ മിക്സ്ഡ് ആയിട്ടുള്ള ചീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് തുറന്ന് നോക്കാവുന്നതാണ്. ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ആ ഒരു പാകത്തിന് എടുത്താൽ മതി. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും ഉള്ളിയും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ പെർഫെക്റ്റ് ആണ്. ചോറിൻ്റെ കൂടെ ആയാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പോകുന്നില്ല. ആ ഒരു ഉള്ളിയുടെ ബേസ് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ ഉള്ളി നമ്മൾ ഒരുപാട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം ഒട്ടും കരിയൊന്നുമില്ല. ഞാനിതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.